ഹലോ എവരി വൺ, MBA പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KMAT എക്സാം 2026 സെഷൻ 2 ലാസ്റ്റ് 2 ഡേയ്സ് ടു അപ്ലൈ. ഒപ്പം തന്നെ ചാനലിൽ നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഏതൊക്കെ കോളേജുകൾ സെക്കൻഡ് KMAT അപ്ലൈ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുസാറ്റിലെയും രാജഗിരിയിലേക്ക് ക്ലോസ് ചെയ്തില്ലേ, വേറെ ഏതെങ്കിലും കോളേജുകളുണ്ടോ, എന്നായിരിക്കും എക്സാമിന് ലാസ്റ്റ് ഡേറ്റ്, എക്സാം പാറ്റേൺസ് എങ്ങനെയാണ്, എന്താണ് ഫോക്കസ് ഏരിയാസ് എങ്ങനെയാണ്, നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. പല ക്വസ്റ്റ്യൻസ് നമുക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കോമൺ ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ചാനൽ ചെയ്യുന്ന പോലെ കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോയിലൂടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാരിഫൈ ചെയ്യുവാണ്. ഒപ്പം തന്നെ ബേസിക് ആയ ഡീറ്റെയിൽസ് കൊണ്ട് പറയുന്നു, ട്രെയിനിങ്ങിന് കാര്യങ്ങൾ പറയുന്നു, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില കോളേജുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ഇതിലുണ്ട്. സോ ഇൻ ടു ദി വീഡിയോ. സോ KMAT 2026 സെഷൻ 2. അപ്പം നിങ്ങൾക്ക് 2026 MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാമിനെ കാണാൻ പറ്റും. CMAT, CAT, KMAT സെഷൻ 1 ഇതായിരുന്നു മുമ്പുണ്ടായിരുന്ന എക്സാംസ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു സെഷൻ 2 ലാസ്റ്റ് ഒരു ചാൻസ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് കേരള ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആയിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് 2 ഡേയ്സ് ആണ്. സെഷൻ 2 ലാസ്റ്റ് 2 ഡേയ്സ് ആണ്. www.ce.kerala.gov.in ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട് ഇഗ്നോർ ചെയ്യാം, നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. അപ്പം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മെയ് 10 തീയതി 5 മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പിലുള്ളൂ. മെയ് 10 5 മണിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. MBA അഡ്മിഷൻ 2026 കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റ് എക്സാംസ് ഒന്നും ക്വാളിഫൈഡ് അല്ലെങ്കിൽ, ഇതിനെപ്പറ്റി ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് 5 സ്റ്റേജിലൂടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പിന്നീട് എപ്പോൾ വേണമെങ്കിൽ ലോഗിൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. മെയ് 10 തീയതി 5 മണിക്ക് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ വന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ഇന്ന് എക്സാമിന്റെ പാറ്റേൺ നമുക്ക് ഓൾറെഡി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് 4 സെക്ഷൻസ് ആണുള്ളത്. 4 സെക്ഷൻ ആയിട്ടാണ് 4 ഉള്ളത്. 4 സെക്ഷനകത്ത് നമുക്ക് 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 180 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് 720 മാർക്സ് ആണ്, ടോട്ടൽ 720 മാർക്സ് ആണ് നമ്മൾ ടോട്ടൽ ആയിട്ടുള്ളത്. ഇതിൽ 72 മാർക്കാണ് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാനായിട്ട് വേണ്ടത്. അപ്പം ഇൻ ടോട്ടൽ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 4 സെക്ഷൻസ്. ഇപ്പോൾ ഇതിൽ മാത്സിന്റെ ഒരു പാർട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോജിക്കൽ റീസണിങ് ഒരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ, വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി GKയുടെ ക്വസ്റ്റ്യൻസ്, നമ്മൾ അവിടെ GKയുടെ പാർട്ടിലൊരു ക്വസ്റ്റ്യൻസ് നമുക്കൊരു 40 ക്വസ്റ്റ്യൻസ് ഇതാണ് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം 120 ക്വസ്റ്റ്യൻസ് ഇതാണ് എക്സാമിന്റെ പാറ്റേൺ ഉണ്ടാവുക. എക്സാമിന് ഒരു ശരിയായ ഉത്തരത്തിന്റെ +4 മാർക്കും തെറ്റായ ഉത്തരത്തിന് -1 മാർക്കുമാണ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് കുറച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആളുകൾ ചോദിക്കുന്നത് എക്സാം സ്കോറിംഗ്. എന്നോട് പറഞ്ഞു അവിടെ +4 ആൻഡ് -1. ശരിയായ ഉത്തരത്തിന് +4, തെറ്റായ ഉത്തരത്തിന് -1. നിങ്ങൾ ഉത്തരവൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പം 180 ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നും കൂട്ടുന്നില്ല. അറ്റൻഡ് ചെയ്യാത്തൊരു ക്വസ്റ്റിന് 0 മാർക്ക് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് എക്സാമിന്റെ സ്കോറിംഗ് പാറ്റേൺ. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം വാലിഡിറ്റി. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പം മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ഒക്കെ എക്സാം എഴുതുന്നു. എക്സാമിന്റെ വാലിഡിറ്റി 1 ഇയർ ആണോ? 1 ഇയർ എന്ന് വെച്ചാൽ അടുത്ത വർഷം 2027 അത് പറ്റുമോ എന്ന് ചോദിക്കുക. 1 ഇയർ എന്നുള്ളതല്ല, ഈ ഒരു എക്സാമിന്റെ വാലിഡിറ്റി 2026 MBA അഡ്മിഷൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1 ഇയർ എന്നുള്ള കണക്കില്ല. 2026 MBA അഡ്മിഷൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒഫീഷ്യലി MBA അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റി എപ്പോഴാണ് പറയുന്നത് അതനുസരിച്ച് ആ സമയം വരെ, അപ്പോൾ മിക്കവാറും 2026 ഒരു ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിലൊക്കെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ ASC ഒക്കെ നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അതുവരെ 2026 MBA അഡ്മിഷന് വേണ്ടി കേരളത്തിലെ MBA കോളേജുകളിൽ നിങ്ങൾക്ക് ഈ എക്സാം ഉപയോഗിക്കാം, എക്സാം സ്കോർ ഉപയോഗിക്കാം. മറിച്ച് 2027ലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. നോട്ട് പോസിബിൾ ഫോർ 2027. 1 ഇയർ എന്നുള്ളൊരു കണക്ക് അവിടെ നോക്കുന്നില്ല. 2026 നിങ്ങൾക്ക് എക്സാം ഉപയോഗിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ആൾക്കാർ ചോദിക്കുന്നത് KMAT എക്സാം ട്രെയിനിങ്ങിനെ പറ്റി നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ട്. KMAT എക്സാം ട്രെയിനിങ് പിന്നെ ഫെസിലിറ്റി ചെറിയൊരു കൺഫ്യൂഷൻ ആളുകൾ ഉള്ളത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വിചാരിക്കുന്നു. നമ്മൾ സാധാരണ മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ചാനലിൽ ഒരുപാട് വീഡിയോസുകളുണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പ്രിപ്പറേഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സഹായിക്കും. ജോയിൻ ബട്ടൺ ഇതിലൂടെയാണ് KMAT ട്രെയിനിങ്ങിലേക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന. ഈ ഒരു ജോയിൻ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് KMAT ട്രെയിനിങ് അസസ് ചെയ്യാം. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 2 പാർട്ട് കാണുന്നുണ്ട്. അപ്പം പലരും ചോദിക്കുന്ന ഈ 2 പാർട്ടും ഇതിൽ ഫസ്റ്റ് പാർട്ട് മതിയോ സെക്കൻഡ് പാർട്ട്? അപ്പോൾ ഇതിൽ വ്യത്യാസം പറയാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ KMAT എഴുതി GD ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചുള്ള ഒരു പാർട്ടാണ് അതുള്ളത്. ഫസ്റ്റ് KMAT എഴുതുക. അവിടെ ഈ ഒരു പാർട്ടിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ ഇന്റർവ്യൂ GD അങ്ങനെയുള്ള വീഡിയോസുകൾ മാത്രമേ കിട്ടത്തുള്ളൂ.
KMAT പ്രിപ്പറേറ്ററി വീഡിയോസ് ഈ പാർട്ടിൽ കിട്ടുന്നില്ല. KMAT പ്രിപ്പറേറ്ററി വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് KMAT സെഷൻ 2 എന്നൊരു ഈ ചാനലിൽ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയാണ്ട് 59 ഉപയോഗിച്ച് സെക്കൻഡ് KMAT വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 59ന്റെ ബാലൻസ് എത്രയാണോ ആ എമൗണ്ട് മാത്രമേ യൂട്യൂബ് സാധാരണ ചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. സെക്കൻഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ തെറ്റി നിങ്ങൾ ഈ ഫസ്റ്റ് പ്ലാൻ 59 പ്ലാനിലേക്കാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രിപ്പറേറ്ററി വീഡിയോസ് ഒന്നും കാണാൻ സാധ്യതയില്ല. അവിടെ GD ഇന്റർവ്യൂവിന്റെ വീഡിയോസുകളൊക്കെ അവിടെ കാണാൻ സാധ്യതയുള്ളൂ. ഇൻഡെപ്ത് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പാർട്ടിലാണ് ഒന്ന് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 59 ആൾക്കാർക്കും അപ്ഗ്രേഡ് ചെയ്യാം. ഇനി പുതിയ ആൾക്കാർക്ക് 59 അല്ല, നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് 179 ആണ്. അത് നിങ്ങൾ ഇതിന് പ്രിപ്പറേഷൻ കഴിയുമ്പോൾ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 180 റുപ്പീസ് കൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 2 മാസം എടുത്താൽ പോലും 360 റുപ്പീസ് മാക്സിമം ആകുന്നുള്ളൂ എന്നതായി ഓർമ്മിപ്പിക്കുന്നു. സോ ദിസ് ഇസ് പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം പലരും പറയുന്നു പേയ്മെന്റ് സക്സസ്ഫുൾ ആകുന്നില്ല. നിങ്ങളുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ UPI വെച്ച് പേ ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിമിന് ചുറ്റിൽ ഒരു ന്യൂ മെമ്പറിന്റെ ഒരു സ്റ്റാർ ഇൻഡിക്കേറ്റർ വരും. അല്ലെങ്കിൽ ഓൾഡ് മെമ്പർ ആണെങ്കിൽ വേറെ കളറുള്ള സ്റ്റാർ ആണ് വരുന്നത്. അപ്പം ഈ ഒരു ബട്ടൺ മെമ്പർഷിപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് സക്സസ്ഫുൾ ആയി എന്ന് പറയാം. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് വീഡിയോ അസസ് ചെയ്യാനായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും യൂട്യൂബിൽ ഉണ്ടാകാറില്ല. മറ്റേതെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അവർ ടീം വിൽ ട്രൈ ടു ഹെൽപ്പ് യു. Again, further going, MBA top colleges accepting KMAT 2. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ കുസാറ്റ് ഫസ്റ്റ് KMAT അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. രാജഗിരിയിലും MBA പ്രോഗ്രാമിനകത്ത് പലരും പറഞ്ഞു ഫസ്റ്റ് KMAT അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. എങ്കിൽ തന്നെ കേരളത്തിലെ മറ്റ് ഒരുപാട് കോളേജുകൾ, ലീഡിംഗ് ആയിട്ടുള്ള കോളേജുകൾ, ഇപ്പം കൊച്ചിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ SCMS, ഈവൻ കൊല്ലത്ത് നോക്കാം TKM, സെയിൻറ്റ് ഗിറ്റ്സ്, കോഴിക്കോട്ടേക്ക് വരുവാണെങ്കിൽ ഫറൂഖ് കോളേജ്, ഫെയിംസ്, രമാരിയൻ കോളേജ്, ഒരുപാട് നിരവധി കോളേജുകൾ ഈ ഒരു സെക്കൻഡ് KMAT സ്കോറും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കോളേജുകൾ കൺസിഡർ ചെയ്യാം. ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ നമുക്ക് ഇന്നത്തെ സംസാരിക്കാം. അപ്പം അപൂർവം കോളേജുകൾ മാത്രമേ 1 or 2 അല്ലെങ്കിൽ 3-4 കോളേജസ് മാത്രമേ ഫസ്റ്റ് KMAT മാത്രമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഗവൺമെന്റ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ പല കോളേജുകളുടെയും ഒരു പാർട്ട് 1 അലോട്ട്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. ഇപ്പം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ MBA പ്രോഗ്രാം നോക്കുകയാണെങ്കിലും MG യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാം നോക്കുകയാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു പാർട്ട് 1 അലോട്ട്മെന്റ് ആണ് മിക്കപ്പോഴും കുസാറ്റ് ഒഴിച്ച് പാർട്ട് 1 അലോട്ട്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഇവരെല്ലാവരും തന്നെ ഒരു സെക്കൻഡ് KMAT കഴിയുമ്പോൾ വീണ്ടും ഒരു അലോട്ട്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ഒരു അപ്ലിക്കേഷന് വേണ്ടി വിൻഡോ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺ ഫോർ ദ മോർ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ സാധിക്കും. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മളും അത് ജെന്യുവൻ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളിവിടെ പബ്ലിഷ് ചെയ്യാറുള്ളൂ. ജെന്യുവൻ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമ്മളും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡോണ്ട് വറി. അപ്പം 1, 2, 3, 4 കോളേജുകൾ മാത്രമേ അങ്ങനെ ഫസ്റ്റ് KMAT മാത്രമേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. മറ്റ് മെജോറിറ്റി കൂടുതൽ അല്ലെങ്കിൽ 90-95% കോളേജുകളും സെക്കൻഡ് KMAT കൺസിഡർ ചെയ്യുന്നത്. അതിൽ തന്നെ നിരവധി നല്ല കോളേജുകളുണ്ട് എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നൗ അനദർ തിങ്, ബാക്ക് പേപ്പർ. ചില ആൾക്കാർ ചോദിക്കുന്നു ബാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുമോ? ബാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ KMAT എഴുതാൻ തടസ്സമില്ല. കാരണം KMAT എഴുതുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അറിയാം നിങ്ങൾ യാതൊരു തരത്തിലുള്ള മാർക്കോ ഡോക്യുമെന്റോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ബാക്ക് പേപ്പർ എപ്പോഴാണ് തടസ്സമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ MBAക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴാണ്. അപ്പോൾ MBA അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഒരു യൂണിവേഴ്സിറ്റി പറയുക അല്ലെങ്കിൽ കോളേജ് പറയുകയാണ് ആ MBA അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ്, അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്താണ് സ്കോർ കാർഡോ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടിവരും. അപ്പോൾ അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് മാർക്ക് മെയ് 8-ാം തീയതി നിങ്ങൾക്ക് ബാക്ക് പേപ്പർ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജൂൺ 5-ാം തീയതി 6-ാം തീയതി ഒക്കെ അത് റിസൾട്ട് വരുന്നു, അല്ലെങ്കിൽ ജൂലൈയിൽ ഫസ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം എക്സാമിന് ലാസ്റ്റ് ഡേറ്റേക്കാൾ ഉപരി MBA അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് AAC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് പറയുന്ന അനുസരിച്ച് എന്നാണോ അതിനുള്ളിൽ നിങ്ങൾ ബാക്ക് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഡിഗ്രി പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റും മറ്റു കാര്യങ്ങളും എന്താണ് യൂണിവേഴ്സിറ്റി പറയുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇപ്പോൾ ബാക്ക് പേപ്പർ ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങൾ ഈ 1-2 ബാക്ക് പേപ്പർ ആണ് അത് ഇമീഡിയറ്റ്ലി ക്ലിയർ ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനിൽ അല്ലെങ്കിൽ എന്നൊരു എക്സ്പെക്ടേഷനിൽ അത് വ്യക്തമായി വിചാരിക്കുന്നു. ഇനി ചിലർ പറയുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
തെറ്റ് പറ്റിപ്പോയി, മിസ്റ്റേക്സ് സംഭവിച്ചു, എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം കെമാറ്റിന്റെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്, അത് വീണ്ടും ഓപ്പൺ ആവാറുണ്ട്. ചില കേസിൽ നമുക്ക് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആയില്ല, അങ്ങനെയൊക്കെയാണ് കറക്ഷൻ വിൻഡോ ഒരു പോസിബിലിറ്റി ഉണ്ട്. മറ്റേ സീരിയസ് ആയ മറ്റേ എറേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് കെമാറ്റിന്റെ ഹെൽപ്പ് ലൈൻ ഉണ്ട്, വെബ്സൈറ്റിൽ കാണുന്ന തിരുവനന്തപുരത്തേക്കുള്ള ഒരു 0497 നമ്പർ ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പർ, CEO ഓഫീസിലേക്ക് വരുന്ന നമ്പർ. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അവർ വേണമെങ്കിൽ അത് ഗൈഡ് ലൈൻ തരും, ചിലപ്പോൾ മെയിൽ അയക്കാനൊക്കെ ആയിട്ട് പറയും, ചിലപ്പോൾ അത് കറക്ഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കെമാറ്റിന്റെ CE ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 0471 സ്റ്റാർട്ട് ചെയ്യുന്ന ലാൻഡ് ഫോൺ നമ്പറാണ്, വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുകയും ചെയ്യാം. അഗൈൻ എക്സ്പെക്റ്റഡ് ഡേറ്റ്, എക്സാം എന്നാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ചോദിക്കുന്നു. അപ്പോൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് മെയ് ലാസ്റ്റ് വീക്കോടെ എക്സാം, മെയ് ലാസ്റ്റ് വീക്കിൽ ഏതെങ്കിലും ഒരു സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേ ആയിട്ട് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യൂഷ്വലി അങ്ങനെയാണ് സംഭവിക്കാറ്. മിക്കവാറും 10th എക്സാമിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ മാസം തന്നെ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ജൂൺ ഫസ്റ്റ് വീക്ക്, മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കെമാറ്റ് ട്രെയിനിങ് കോണ്ടന്റ് അക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ബട്ടൺ ഉപയോഗിക്കാം. 179 പെർ മന്ത് എന്ന റേറ്റിൽ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നമ്മൾ ആൻസർ ചെയ്യാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചോദിക്കുക. മെമ്പേഴ്സ് ഓൺലി വീഡിയോസുകളാണ്. നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി മെമ്പറായി കഴിയുമ്പോൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇൻഡെപ്ത് അക്സസ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുക. പേഴ്സണലി എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ദി വെരി ബെസ്റ്റ്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.